മിക്ക ആളുകളും തങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിൽ മുഴുകി കഴിയുന്നു. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം സ്വയം മുഴുകുന്നു. ആ ചെറിയ വ്യത്യാസം എല്ലാം മാറ്റിമറിക്കുന്നു. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ജീവിക്കുന്നത് നിർത്തി സ്വയം ജീവിക്കാൻ തുടങ്ങേണ്ട സമയമെത്തി എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിയിരിക്കാം. എന്റെ പേര് കാൾ ജങ് എന്നാണ്. പതിറ്റാണ്ടുകളായി ഞാൻ ഈ ഗ്രഹത്തിലെ ഏറ്റവും ബോധമുള്ളതും പരിണമിച്ചതുമായ മനസ്സുകളുടെ ആന്തരിക ലോകങ്ങൾ പര്യവേക്ഷണം ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ആകർഷകമായ ഒരു കാര്യം കണ്ടെത്തി. ജീവിതത്തിന്റെ ഏതു മേഖലയിലും യഥാർത്ഥ മഹത്വം നേടിയവരെല്ലാം ഒരു കാര്യത്തിൽ സമാനരാണ്. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു, എന്തു ചെയ്യുന്നു, അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിൽ അവർ മുഴുകിയിരിക്കുന്നില്ല. അവർ സ്വയം മനസ്സിലാക്കുന്നതിലാണ് മുഴുകിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമിതാ. അവസാനമായി നിങ്ങൾ ശരിക്കും സ്വയം ചിന്തിക്കാനിരുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചല്ല, മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ആരാണെന്നതിന്റെ യാഥാർത്ഥ്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്, ഓരോ ദിവസവും കടന്നുപോകുമ്പോൾ നിങ്ങളായിത്തീരുന്ന വ്യക്തി എന്നിവയെക്കുറിച്ച്. സത്യമിതാണ്, നമ്മളിൽ മിക്കവരും മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കുന്നതിൽ വളരെയധികം സമയം ചെലവഴിച്ചതിനാൽ സ്വയമുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ വിച്ഛേദനം തന്നെയാണ് നമ്മെ നമുക്ക് അവകാശപ്പെടാത്ത ജീവിതങ്ങളിലും, നമ്മെ പ്രചോദിപ്പിക്കാത്ത ജോലികളിലും, നമ്മെ പോഷിപ്പിക്കാത്ത ബന്ധങ്ങളിലും, അതിജീവനം പോലെ തോന്നിക്കുന്ന ഒരു നിലനിൽപ്പിലും കുടുക്കിയിടുന്നത്. എന്നാൽ ഇന്ന് അതു മാറാം. സ്വാർത്ഥതയല്ല, മറിച്ച് അനിവാര്യമായ ഒരു രീതിയിൽ സ്വയം മുഴുകാൻ എങ്ങനെ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുക മാത്രമല്ല, കൂടുതൽ ആധികാരികതയോടും ശക്തിയോടും കൂടി ലോകത്തെ സേവിക്കാനും നിങ്ങളെ അനുവദിക്കും. എന്റെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റിയ ഒരു നിമിഷത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് 30കളുടെ തുടക്കമായിരുന്നു, പൂർണ്ണമായും വഴിതെറ്റിപ്പോയ അവസ്ഥ. ഞാൻ പലതവണ പരാജയപ്പെട്ടിരുന്നു. എന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ നിരാശയുടെ പ്രതിധ്വനികൾക്കിടയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. മറ്റുള്ളവരെ മതിപ്പുളവാക്കാൻ ശ്രമിച്ചും ഞാൻ ആഗ്രഹിച്ചത് നേടിയിട്ടില്ലാത്ത ആളുകളുടെ ഉപദേശങ്ങൾ പിന്തുടർന്നും എന്റെ കുടുംബത്തിന്റെയും സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിച്ചും ഞാൻ വർഷങ്ങൾ ചിലവഴിച്ചിരുന്നു. ആ രാത്രി ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. അതെല്ലാം തകർത്തുകളഞ്ഞു. എനിക്ക് ആരെയും മതിപ്പുളവാക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരാളെപ്പോലും ഞാൻ എന്തു ചെയ്യും? വർഷങ്ങൾക്കിടയിലെ ആദ്യമായി ഞാൻ നിശബ്ദനായി. എനിക്ക് ഉത്തരമില്ലായിരുന്നു, കാരണം എനിക്ക് സ്വയമുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത രാത്രിയായിരുന്നു അത്. ഞാൻ എന്റെ സ്വന്തം ആത്മാവിന്റെ ശിഷ്യനാകും. ഞാൻ എന്നെ തന്നെ പഠിക്കും, സ്വയം മനസ്സിലാക്കും. ഒരു ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ പഠിക്കുന്ന അതേ അച്ചടക്കത്തോടും അഭിനിവേശത്തോടും കൂടി പരിണമിക്കും. സ്വയം അറിവിലേക്കുള്ള ആ അന്തർമുഖമായ തീരുമാനവും ആ ബോധപൂർവമായ മുഴുകലുമാണ് എന്നെ ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കും പരാജയത്തിൽ നിന്ന് പിന്നീട് ആയിരങ്ങളെ പ്രചോദിപ്പിച്ച ബോധത്തിന്റെ വികാസത്തിലേക്കും കൊണ്ടുപോയത്. എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വയം മുഴുകുക എന്നാൽ നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃതനാകുക എന്നല്ല, നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുക എന്നാണ്. അതിലൂടെ ശൂന്യതയിൽ നിന്നല്ല, സമൃദ്ധിയിൽ നിന്ന് ജീവിതത്തെ സേവിക്കാൻ കഴിയും. നിങ്ങൾ സ്വയം ആഴത്തിൽ അറിയുമ്പോൾ, നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയും സ്വഭാവം ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, ലോകത്തിന് എന്തെങ്കിലും മഹത്തായത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാത്രമായി നിങ്ങൾ മാറുന്നു. ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു രോഗശാന്തിക്കാരനാണെങ്കിൽ നിങ്ങളുടെ രോഗശാന്തി ശേഷി പൂർണ്ണമാക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങളുടെ പൂർണ്ണമായ കഴിവ് വികസിപ്പിക്കാതിരിക്കുന്നത് സ്വാർത്ഥതയല്ലേ? അതുപോലെ നിങ്ങളുടെ ഏറ്റവും പൂർണ്ണമായ പതിപ്പായി പരിണമിക്കുക എന്നത് നിങ്ങളുടെ ധാർമ്മിക കടമയാണ്. കാരണം നിങ്ങൾ ആരാണെന്നതിന്റെ ഉയർന്ന പ്രകാശനം ലോകത്തിന് ആവശ്യമാണ്. സ്വയം മുഴുകുന്നതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മിക്ക ആളുകളും ബോധപൂർവം വികസിപ്പിക്കാത്ത 4 അവശ്യ മാനങ്ങളെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ബോധപൂർവമായ മനസ്സ്, നിങ്ങളുടെ വൈകാരിക ആഴം, നിങ്ങളുടെ ആത്മീയ വളർച്ച, നിങ്ങളുടെ ശാരീരിക പരിണാമം. ഈ 4 മേഖലകളും വെവ്വേറെയല്ല, അവ ഒരൊറ്റ മൊത്തത്തിന്റെ ഭാഗങ്ങളാണ്. യോജിപ്പോടെ വികസിപ്പിക്കുമ്പോൾ അവ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും മാറ്റിമറിക്കുന്ന ശക്തമായ ഒരു ആന്തരിക രസവാദം സൃഷ്ടിക്കുന്നു. നമുക്ക് നിങ്ങളുടെ ബോധപൂർവമായ മനസ്സിൽ നിന്ന് ആരംഭിക്കാം. മിക്ക ആളുകളും തങ്ങളുടെ മനസ്സിനെ ക്രമരഹിതമായ ചിന്തകൾക്കും ബാഹ്യമായ അഭിപ്രായങ്ങൾക്കും മാനസിക ബഹളത്തിനും ഒരു യുദ്ധകളമാകാൻ അനുവദിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ പ്രാവീണ്യം നേടിയവർ
തങ്ങളുടെ മനസ്സിനെ പവിത്രമായ നിലമായി കൈകാര്യം ചെയ്യുന്നു. അവരതിനെ ബോധപൂർവം പോഷിപ്പിക്കുന്നു, വ്യായാമം ചെയ്യിപ്പിക്കുന്നു, അർത്ഥവത്തായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും നിങ്ങളുടെ മനസ്സിനെ ബാഹ്യലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുത്ത ഇൻപുട്ട് ഉപയോഗിച്ച് അതിനെ പോഷിപ്പിക്കണം. നിങ്ങളെ വികസിപ്പിക്കുന്ന എന്തെങ്കിലും വായിക്കുക, നിങ്ങളെ ഉയർത്തുന്ന എന്തെങ്കിലും ശ്രദ്ധിക്കുക, ശരിക്കും പ്രധാനപ്പെട്ടതെന്താണെന്ന് ചിന്തിക്കുക. ആ ബോധപൂർവമായ അച്ചടക്കം യാദൃച്ഛികമല്ല, അത് സ്വയം അവകാശപ്പെടുന്നതിന്റെ ബോധപൂർവമായ പ്രവൃത്തിയാണ്. ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഉടൻ തന്നെ ഫോൺ പരിശോധിക്കുന്നു, വാർത്തകൾ വായിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുന്നു. ആദ്യ നിമിഷം മുതൽ തന്നെ അവർ തങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ബാഹ്യശക്തികൾക്ക് കൈമാറുന്നു. എന്നിട്ടെന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഉത്കണ്ഠയും ശ്രദ്ധക്കുറവും വഴിതെറ്റിയ അവസ്ഥയും അനുഭവപ്പെടുന്നത് എന്ന് അവർ ആശ്ചര്യപ്പെടുന്നു. സ്വയമുള്ള ആരോഗ്യകരമായ മുഴുകൽ എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് കടക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ്. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആശയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ശബ്ദങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ വളരുന്ന മണ്ണ്. ഒരിക്കൽ ഞാൻ പൂർണ്ണമായും ക്ഷീണിതനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം എനിക്ക് സ്വന്തമല്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഓരോ ദിവസവും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടും എന്റേതല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും എന്റേതല്ലാത്ത മുൻഗണനകൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടും ചെലവഴിക്കുന്നു. ദിവസാവസാനത്തോടെ എനിക്ക് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഊർജ്ജമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ദിവസവും എത്ര സമയമാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? അദ്ദേഹം ആശയക്കുഴപ്പത്തോടെ നോക്കി. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മുൻഗണനകൾക്കുമായി ബോധപൂർവം എത്ര മിനിറ്റുകളാണ് നിങ്ങൾ ദിവസവും നീക്കിവയ്ക്കുന്നത്? ഒരു ദീർഘമായ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. അതായിരുന്നു പ്രശ്നം. മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ മുഴുകി അദ്ദേഹം സ്വയം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പവിത്രമായ ആത്മപ്രതിഫലന സമയം എന്ന് ഞാൻ വിളിക്കുന്ന ഒരു രീതി ആവിഷ്കരിച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തം വളർച്ചയ്ക്കും ദർശനത്തിനും ദിശയ്ക്കുമായി മാത്രം സമർപ്പിക്കപ്പെട്ട നിമിഷങ്ങൾ. ഫലങ്ങൾ അസാധാരണമായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് തന്റെ ഊർജ്ജം മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിച്ച ആന്തരിക ലക്ഷ്യബോധവും വ്യക്തതയും തിരികെ ലഭിച്ചു. കാരണം നിങ്ങൾ ബോധപൂർവം സ്വയം മുഴുകുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ അനന്തമായി കൂടുതലുണ്ടായിരിക്കും. ഇത് നമ്മെ രണ്ടാമത്തെ മാനത്തിലേക്ക് നയിക്കുന്നു, വൈകാരിക വികസനം. മിക്ക ആളുകളും തങ്ങളുടെ വികാരങ്ങളുമായി ഓട്ടോ പൈലറ്റിൽ ജീവിക്കുന്നു, ജീവിതത്തോട് പ്രതികരിക്കുന്നു, ബാഹ്യ സംഭവങ്ങൾ തങ്ങളുടെ ആന്തരിക അവസ്ഥ നിർണ്ണയിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ സ്വയം മുഴുകുക എന്നാൽ നിങ്ങളുടെ വൈകാരിക ലോകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നാണ്. ഞാനൊരിക്കൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അവർ പറഞ്ഞു, എനിക്ക് 40കളായി, എന്റെ വികാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ ദിവസങ്ങളോളം ഉത്കണ്ഠയോ നിരാശയോ അനുഭവിക്കും. എന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവരോട് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നല്ല, അവ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഓരോ വികാരവും നിങ്ങളുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അർത്ഥത്തിന്റെ ഫലമാണ്. ആ അർത്ഥങ്ങളെ ബോധപൂർവം പരിവർത്തനം ചെയ്യാൻ കഴിയും. സ്വയമുള്ള ആരോഗ്യകരമായ മുഴുകൽ എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പ്രകൃതി പ്രതിഭാസത്തെ പഠിക്കുന്നതുപോലെ വിധിയില്ലാതെ, ജിജ്ഞാസയോടെ, സത്യസന്ധതയോടെ നിങ്ങളുടെ വൈകാരിക പാറ്റേണുകൾ നിരീക്ഷിക്കുക എന്നാണ്. കാരണം നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ അവയുടെ തടവുകാരനാകുന്നത് നിർത്തി അവയുടെ യജമാനനാകുന്നു. വ്യക്തിപരമായി ഞാൻ എന്റെ വൈകാരിക ടൂൾ കിറ്റ് എന്ന് വിളിക്കുന്ന ഒരു രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്റെ വൈകാരിക അവസ്ഥ പെട്ടെന്ന് മാറ്റേണ്ടി വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബോധപൂർവമായ ആന്തരിക തന്ത്രങ്ങളാണിവ. ഉദാഹരണത്തിന്, നിരാശ ഉയരുമ്പോൾ ഞാൻ ഉടൻ തന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കും: എന്നെ ശക്തനോ വിജ്ഞാനിയോ ആക്കുന്ന എന്താണ് ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയുക? ഈ ഒറ്റ ചോദ്യം എന്റെ ശ്രദ്ധയെ ഇരയാകുന്നതിൽ നിന്ന് പഠിക്കുന്നവന്റെ പങ്കിലേക്കും പ്രതിരോധത്തിൽ നിന്ന് ജിജ്ഞാസയിലേക്കും ഉടൻ മാറ്റുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മിക്ക ആളുകളും ഫോൺ ഉപയോഗിക്കാൻ പഠിക്കാൻ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയമാണ് സ്വന്തം വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ ചെലവഴിക്കുന്നത്. അവർ തങ്ങളുടെ കാറിന്റെ മാനുവൽ പഠിക്കുന്നു, പക്ഷേ സ്വന്തം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മാനുവൽ ഒരിക്കലും പഠിക്കുന്നില്ല. സ്വയം മുഴുകുക എന്നാൽ നിങ്ങളുടെ സ്വന്തം വൈകാരിക യന്ത്രസംവിധാനത്തിൽ വിദഗ്ധനാകുക എന്നാണ്. ഏത് ചിന്തകളും പ്രവർത്തനങ്ങളും നിങ്ങളെ ഉയർത്തുന്നു എന്നും ഏതൊക്കെ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നു എന്നും ബോധപൂർവം നിരീക്ഷിക്കുക എന്നാണ്. ആഡംബരമായിട്ടല്ല, മറിച്ച് ചർച്ച ചെയ്യാനാകാത്ത മുൻഗണനയായി
നിങ്ങളുടെ വൈകാരിക ക്ഷേമത്തെ പോഷിപ്പിക്കുന്ന ദൈനംദിന ആചാരങ്ങൾ വികസിപ്പിക്കുക എന്നാണ്. ഉദാഹരണത്തിന്, വൈകാരികമായി സമതുലിതനായി നിൽക്കാൻ എനിക്ക് ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് സമ്പൂർണ്ണ നിശബ്ദത ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോണില്ല, സംഗീതമില്ല, സംഭാഷണമില്ല, ഞാനും എന്റെ ചിന്തകളും മാത്രം. തുടക്കത്തിൽ ഈ സമയം പാഴാക്കുന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി. എന്നാൽ ഒടുവിൽ ഈ ഇടം എന്റെ വൈകാരിക അവസ്ഥ വർദ്ധിപ്പിക്കുക മാത്രമല്ല, എന്നെ കൂടുതൽ ഉൽപ്പാദനക്ഷമനും സൃഷ്ടിപരനും ഓരോ ഇടപെടലിലും കൂടുതൽ സന്നിഹിതനുമാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. സ്വയം യഥാർത്ഥത്തിൽ മുഴുകുന്നതിന്റെ മൂന്നാമത്തെ മാനം ആത്മീയ വളർച്ചയാണ്. ഞാൻ ആത്മീയമെന്ന് പറയുമ്പോൾ അത് അനിവാര്യമായും മതമെന്നർത്ഥമാക്കുന്നില്ല, എങ്കിലും അത് ഉൾപ്പെട്ടേക്കാം. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉടനടിയുള്ള പ്രശ്നങ്ങളെക്കാൾ വലുതായ എന്തിനോടുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ആഴമായ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്ന മൂല്യങ്ങളിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിജയകരമായ സംരംഭകനുമായി നടത്തിയ ഒരു സംഭാഷണം ഞാൻ വ്യക്തമായി ഓർക്കുന്നു. സമൂഹം വിജയമെന്ന് വിളിക്കുന്ന എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു: പണം, അംഗീകാരം, അഭിവൃദ്ധി പ്രാപിക്കുന്നൊരു ബിസിനസ്. എന്നാൽ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണമെന്ന് കരുതിയതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രഭാതത്തിലും ഞാൻ ശൂന്യതയോടെയാണ് ഉണരുന്നത്. ഞാൻ ഒരിക്കലും എഴുതാത്തൊരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭൗതിക വിജയത്തിനപ്പുറം ശരിക്കും പ്രധാനപ്പെട്ട എന്തിനോടെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നതായി അവസാനമായി നിങ്ങൾക്ക് തോന്നിയതെപ്പോഴാണ്? അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. ബാഹ്യമായ ലക്ഷ്യങ്ങളിൽ മുഴുകിയതിനാൽ അദ്ദേഹത്തിന് തന്റെ ആന്തരിക ലക്ഷ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. സ്വയം മുഴുകുന്നതിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഉൾപ്പെടുന്നു: ഞാൻ എന്തിനാണ് ഇവിടെയുള്ളത്? ലോകത്തിനുള്ള എന്റെ അതുല്യമായ സംഭാവന എന്താണ്? എനിക്ക് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഏതാണ്? മറ്റുള്ളവർ എനിക്ക് വിലമതിക്കണമെന്ന് പറയുന്നവയല്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിധ്വനിക്കുന്നവ. ഇവ ഒരിക്കൽ ഉത്തരം പറഞ്ഞ് മറക്കുന്ന ചോദ്യങ്ങളല്ല. നിങ്ങൾ പരിണമിക്കുകയും വളരുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിരന്തരം തിരികെ വരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ തിരിച്ചറിവുകളിലൊന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ ലക്ഷ്യബോധവും അർത്ഥവും നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് വേറിട്ടതല്ല എന്നതാണ്. നേരെ മറിച്ച് ആത്മീയ വ്യക്തതയുണ്ടാകുമ്പോൾ ഓരോ പ്രായോഗിക തീരുമാനവും എളുപ്പവും കൃത്യവുമാകുന്നു. ഏത് അവസരങ്ങൾ പിന്തുടരണമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സമയവും ഊർജവും എവിടെ നിക്ഷേപിക്കണമെന്നും നിങ്ങൾക്കറിയാം. ഏത് ബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമെന്നും ഏതൊക്കെ ഉപേക്ഷിക്കണമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിനാണ് ഇവിടെയുള്ളതെന്നും ആഴത്തിലുള്ള വ്യക്തതയിൽ നിന്ന് നിങ്ങളെടുക്കുന്ന ഓരോ പ്രധാന തീരുമാനവും നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്ന് സങ്കൽപ്പിക്കുക. സ്വയം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാകുന്നതിന്റെ നാലാമത്തെ മാനം നിങ്ങളുടെ ശാരീരിക പരിണാമമാണ്. ശരീരത്തെ പരിപാലിക്കുന്നതിനെ അഹങ്കാരവുമായോ ഉപരിപ്ലവതയുമായോ ബന്ധിപ്പിക്കുന്നതിനാൽ പലരും ഇവിടെ വിച്ഛേദിക്കപ്പെടുന്നു. എന്നാൽ സത്യം കൃത്യമായി വിപരീതമാണ്. നിങ്ങളുടെ ശരീരം ജീവിതത്തിലെ മറ്റെല്ലാം അനുഭവിക്കാനുള്ള വാഹനമാണ്. ആ വാഹനം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റെല്ലാം ബാധിക്കപ്പെടും. ഞാൻ നിങ്ങളോട് നേരിട്ട് പറയട്ടെ, നിങ്ങളുടെ ശാരീരിക ശരീരം അവഗണിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സമ്പന്നമായ വൈകാരികവും മാനസികവും ആത്മീയവുമായ ജീവിതം നയിക്കാൻ കഴിയില്ല. ശാരീരിക ഊർജം മറ്റെല്ലാ തരത്തിലുള്ള ഊർജത്തിന്റെയും അടിത്തറയാണ്. നിങ്ങളുടെ ശരീരം ശക്തവും സുപ്രധാനവും ആരോഗ്യകരവുമായി അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂർച്ചതും വികാരങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതും ആത്മീയ ബന്ധം ആഴമുള്ളതുമാകുന്നു. വ്യക്തിപരമായി ഞാൻ എന്റെ വ്യായാമ ദിനചര്യയും പോഷണവും ജീവിതത്തിലെ മറ്റേതൊരു അർത്ഥവത്തായ പ്രതിബദ്ധതയ്ക്കും നൽകുന്ന അത്രയും ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒന്നായിട്ടല്ല, മറിച്ചൊരടിസ്ഥാന മുൻഗണനയായിട്ടാണ്. 80-ാം വയസ്സിലും എനിക്കെന്നെ പകുതി പ്രായമുള്ള പലരെക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട്. കാരണം ഞാൻ പതിറ്റാണ്ടുകളായി ശാരീരിക ആരോഗ്യത്തെ ഒരു രചനാപരമായ മുഴുകലാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിതാണ്: ശാരീരിക ആരോഗ്യത്തോട് ആഴത്തിൽ പ്രതിജ്ഞാബദ്ധരാകുക എന്നത് സൗന്ദര്യത്തിന്റെയോ ക്ഷമതയുടെയോ ഏതെങ്കിലും ബാഹ്യമായ നിലവാരം കൈവരിക്കുന്നതിനെക്കുറിച്ചല്ല. നിങ്ങൾക്കുള്ള ഏക ശരീരത്തെ ആദരിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ചൈതന്യവും ഊർജ്ജവും പരമാവധിയാക്കുന്നതിനെക്കുറിച്ചുമാണ്. അതിലൂടെ നിങ്ങൾക്ക് ലോകത്തിന് പൂർണ്ണമായി സംഭാവന നൽകാൻ കഴിയും. ഇപ്പോൾ സ്വയം യഥാർത്ഥത്തിൽ പ്രതിജ്ഞാബദ്ധരാകുന്ന ഈ പ്രക്രിയ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എതിർപ്പിനെക്കുറിച്ച് സംസാരിക്കാം. പൂർണ്ണ സത്യസന്ധതയോടെ പറയട്ടെ, എല്ലാവരും ഈ പരിവർത്തനം മനസ്സിലാക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചില ആളുകൾ മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നിങ്ങളുടെ പതിപ്പുമായി സുഖമായി വളർന്നിരിക്കുന്നു. നിങ്ങൾ അതിരുകൾ നിശ്ചയിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളുടെ മുൻഗണനകളുമായി യോജിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോഴും
നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്കായി സമയം നിക്ഷേപിക്കുമ്പോഴും എതിർപ്പ് അനിവാര്യമായും ഉയർന്നുവരും. എന്റെ സ്വയം വികസനത്തിനായി രാവിലെയുള്ള ദിനചര്യകൾ ആദ്യമായി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർക്കുന്നു, അന്നത്തെ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ശ്രദ്ധ ആവശ്യമുള്ള മറ്റു പല കാര്യങ്ങളും ഉള്ളപ്പോൾ സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്രയധികം സമയം ചെലവഴിക്കുന്നത് അല്പം സ്വാർത്ഥതയല്ലേ? അതൊരു ന്യായമായ ചോദ്യമായിരുന്നു. ഞാൻ ഒരു കാര്യം വിശദീകരിച്ചു. അത് നിങ്ങളും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രചനാപരമായി സ്വയം മുഴുകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ലഭ്യമല്ലാതാകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ അവർക്ക് കൂടുതൽ വിലപ്പെട്ടവരായി മാറുന്നു. നിങ്ങൾ നിങ്ങളുടെ മാനസികവും വൈകാരികവും ആത്മീയവും ശാരീരികവുമായ വികസനത്തിൽ ബോധപൂർവം പ്രവർത്തിക്കുമ്പോൾ ഓരോ ബന്ധത്തിലും ഉത്തരവാദിത്തത്തിലും നിങ്ങൾക്ക് നൽകാൻ അനന്തമായി കൂടുതലുണ്ടായിരിക്കും. മറ്റൊരാളുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം സ്വന്തം ആത്മാവിനെ കണ്ടെത്തണമെന്ന് കാൾ ജങ് പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത് വിമാനങ്ങളിലെ ഓക്സിജൻ മാസ്ക് സാമ്യം പോലെയാണ്. നിങ്ങളുടെ കുട്ടിയേക്കാൾ നിങ്ങൾ കൂടുതൽ പ്രധാനമാണ് എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും സഹായിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങളുടെ മാസ്ക് ആദ്യം ധരിക്കാൻ പറയുന്നത്. എതിർപ്പ് നിങ്ങളുടെ സ്വന്തം സംസ്കരിക്കപ്പെട്ട മനസ്സിൽ നിന്നും വരും. സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വാർത്ഥമാണെന്നും നല്ലയാളുകൾ എപ്പോഴും മറ്റുള്ളവരെ ഒന്നാമത് നിർത്തണമെന്നും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ധാർമ്മികമായി താഴ്ന്നതാണെന്നും പഠിപ്പിക്കുന്ന പ്രോഗ്രാമിംഗ് നമ്മൾ വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം വഹിക്കുന്നു. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുക, തങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും അസൂയയും ക്ഷീണവും നിശബ്ദമായ നിരാശയും നിറഞ്ഞ എത്ര പേരെ നിങ്ങൾക്കറിയാം? എത്ര പേർ മറ്റുള്ളവർക്കായി സ്വയം വളരെയധികം ത്യജിച്ചിട്ടുണ്ട്? അവരാരാണെന്ന് പോലും അവർക്കിപ്പോൾ അറിയില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നൽകാനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നൽകിയപ്പോഴാണ് അസൂയ ഉണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനയാണത്. വിരോധാഭാസമെന്ന് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ആദ്യം കൂടുതലുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ കഴിയൂ. ഇത് തികച്ചും വ്യക്തമാക്കുന്ന ഒരു കഥ ഞാൻ പങ്കുവയ്ക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 40കളുടെ അവസാനത്തിലുള്ള ഒരു സ്ത്രീയുമായി ഞാൻ പ്രവർത്തിച്ചു. 3 കുട്ടികളുടെ അമ്മയായ അവർ ക്ഷീണിതയും അസൂയയും വൈകാരിക തകർച്ചയുടെ വക്കിലുമായിരുന്നു. അവരെന്നോട് പറഞ്ഞു, എനിക്ക് സ്വയം ശ്രദ്ധിക്കാൻ സമയമില്ല, എന്റെ കുട്ടികൾക്കെന്നെ ആവശ്യമുണ്ട്. ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. അതാദ്യം കഠിനമായി തോന്നിയെങ്കിലും വളരെ ആവശ്യമുള്ളതായിരുന്നു. ഒരാൾ സ്വയം എങ്ങനെ പരിഗണിക്കണമെന്നതിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾ വളർന്ന് അവരുടെ സ്വന്തം കുടുംബങ്ങളെ നിങ്ങൾ സ്വയം പരിഗണിക്കുന്ന രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ അഭിമാനിക്കുമോ? ആ ചോദ്യം മിന്നൽ പോലെ അവരെ തറപറ്റിച്ചു. സ്വയം അവഗണിക്കുന്നതിലൂടെ സ്വയം പരിചരണം ഐച്ഛികമാണെന്നും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കാൾ പ്രധാനമല്ലെന്നും വിലപ്പെട്ടവരാകുക എന്നാൽ ക്ഷീണത്തിലേക്ക് സ്വയം ത്യജിക്കുക എന്നാണെന്നും അവർ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി. അവരുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനുമായി മാത്രം സമർപ്പിക്കപ്പെട്ട ചെറുതും എന്നാൽ ചർച്ച ചെയ്യാനാകാത്തതുമായ സമയബ്ലോക്കുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. കുട്ടികൾ എഴുന്നേൽക്കുന്നതിനു മുമ്പ് എല്ലാ പ്രഭാതവും 30 മിനിറ്റ്, അവരുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ ഞായറാഴ്ചകളിൽ 1 മണിക്കൂർ, വ്യായാമത്തിനോ വായനയ്ക്കോ ആഴ്ചയിൽ 2 വൈകുന്നേരങ്ങൾ. സംഭവിച്ചത് ശ്രദ്ധേയമായിരുന്നു. അവർ കൂടുതൽ ക്ഷമയും സന്നിഹിതയും ഊർജ്ജസ്വലയുമായി. അവരുടെ കുട്ടികൾ അവരെ ഒരു പുതിയ രീതിയിൽ ബഹുമാനിക്കാൻ തുടങ്ങി. അവരുടെ അമ്മ സ്വയം വിലമതിക്കുന്നത് അവർ കണ്ടു. അത് അവരെയും സ്വയം വിലമതിക്കാൻ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഈ രചനാകരമായ സ്വയംഭക്തി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രീതി ഞാൻ പവിത്രമായ മണിക്കൂർ എന്ന് വിളിക്കുന്നതാണ്. ദിവസവും വെയിലത്ത് ഒരേ സമയത്ത് നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിനായി പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു സമയമാണിത്. ഇത് ജോലി പ്രശ്നങ്ങൾക്കുള്ള സമയമല്ല, കുടുംബ പദ്ധതികൾക്കുള്ള സമയമല്ല, വീട്ടുജോലികൾക്കുള്ള സമയമല്ല. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പവിത്രമായ സമയമാണ്. ഈ മണിക്കൂറിൽ നിങ്ങളുടെ മനസ്സിനെ പോഷിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ, നിങ്ങളുടെ ആത്മീയ ബന്ധം ശക്തിപ്പെടുത്താൻ ധ്യാനിക്കുകയോ, നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം പകരാൻ വ്യായാമം ചെയ്യുകയോ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ഈ രീതി ആരംഭിച്ചപ്പോൾ ഞാൻ അതിരാവിലെ തിരഞ്ഞെടുത്തു. വായിക്കാനും എന്റെ ദിവസം ആസൂത്രണം ചെയ്യാനും സ്വയം വീണ്ടും ബന്ധിപ്പിക്കാനും ഞാൻ പതിവിലും 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റു. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ തുടർന്നു. ആ ഒറ്റ മണിക്കൂർ പിന്നെയും വിജയത്തിന്റെ എല്ലാം അടിത്തറയായി. രണ്ടാമത്തെ തന്ത്രം ഞാൻ പതിവ് ജീവിത അവലോകനം എന്ന് വിളിക്കുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജ്ജവും എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നത് ബോധപൂർവം അവലോകനം ചെയ്യാൻ ഒരു നിമിഷമെടുക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക,
ഈ ആഴ്ച എന്റെ എത്ര സമയമാണ് എനിക്ക് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും മറ്റുള്ളവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്നതിനുമിടയിൽ ചെലവഴിച്ചത്? എന്റെ വ്യക്തിഗത വളർച്ചയിൽ ഞാൻ എത്ര സമയം യഥാർത്ഥത്തിൽ നിക്ഷേപിച്ചു? ഏത് നിമിഷങ്ങളിലാണ് എനിക്ക് ഏറ്റവും ജീവനുള്ളതായി? കഴിഞ്ഞ ആഴ്ച ഞാൻ അവലോകനം ചെയ്യുകയും സ്വയം പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി വരുന്ന ആഴ്ച ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. എന്നെ എന്റെ യഥാർത്ഥ മുൻഗണനകളുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ആചാരമാണിത്. അടുത്ത ഘട്ടം ജംഗ് സ്നേഹപൂർവമായ അതിരുകൾ എന്ന് വിളിക്കുന്നത് വളർത്തിയെടുക്കുക എന്നതാണ്. നിങ്ങളാകുന്ന വ്യക്തിയുമായി പ്രതിധ്വനിക്കാത്ത അഭ്യർത്ഥനകൾക്കും അവസരങ്ങൾക്കും ബന്ധങ്ങൾക്കും പോലും വേണ്ടെന്ന് പറയാൻ പഠിക്കണം. ഇത് സ്വാർത്ഥതയല്ല, ഇത് സ്വയം ബഹുമാനമാണ്. ജംഗിന്റെ ഒരു മഹത്തായ ഉപദേശം ഇതാണ്: യോജിപ്പില്ലാത്ത എന്തിനോടും നിങ്ങൾ അതെ എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തോട്, സമ്പൂർണ്ണനാകുന്ന പ്രക്രിയയോട് നിങ്ങൾ അല്ല എന്ന് പറയുകയാണ്. ഏതെങ്കിലും പുതിയ ഉത്തരവാദിത്തം സ്വീകരിക്കുന്നതിനു മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുന്നു, ഇതെന്നെ എന്റെ ആധികാരിക സ്വയത്തോട് അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഇതെന്റെ സ്വാഭാവിക കഴിവുകൾ ഉപയോഗിക്കുമോ അതോ അവയെ ഒറ്റിക്കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുമോ? ഇതെനിക്ക് ഊർജം പകരുമോ അതോ നിശബ്ദമായി എന്നെ ക്ഷീണിപ്പിക്കുമോ? ഞാൻ സാക്ഷ്യപ്പെടുത്തിയ ഏറ്റവും പരിവർത്തനാത്മകമായ അനുഭവങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഞാൻ പറയാം. 55 വയസ്സുള്ള ഒരാൾ പൂർണ്ണമായും വഴിതെറ്റി എന്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മുഴുവൻ മുതിർന്ന ജീവിതവും മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാകാൻ ശ്രമിച്ചാണ് ഞാൻ ചെലവഴിച്ചത്. എന്റെ മാതാപിതാക്കൾ പ്രതീക്ഷിച്ച മകൻ, എന്റെ ഭാര്യ ആവശ്യപ്പെട്ട ഭർത്താവ്, എന്റെ ബോസ് അഭിനന്ദിച്ച ജീവനക്കാരൻ. എന്നാൽ ഞാൻ ആരാണെന്ന് സ്വയം ചോദിച്ചു നിർത്തിയില്ല. ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. പ്രതീക്ഷകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും മുക്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയായിരിക്കും? ആദ്യം അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതിനാൽ ഒരാഴ്ച ചെലവഴിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എപ്പോഴാണ് തനിക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നതും എപ്പോഴാണ് ക്ഷീണം തോന്നുന്നതും, എപ്പോഴാണ് തന്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ നിന്ന് വരുന്നതും എപ്പോഴാണ് കടമയിൽ നിന്ന് വരുന്നതുമെന്ന് ശ്രദ്ധിക്കാൻ. ക്രമേണ അദ്ദേഹം ഉണരാൻ തുടങ്ങി. ഫോട്ടോഗ്രാഫിയോടുള്ള തന്റെ സ്നേഹം അദ്ദേഹം വീണ്ടും കണ്ടെത്തി. പ്രായോഗികമല്ല എന്ന് കരുതി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ഒന്ന്. ആഴത്തിലുള്ള അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ തനിക്ക് ജീവനുണ്ടെന്നും ഉപരിപ്ലവമായ ഒത്തുചേരലുകളിൽ ക്ഷീണം തോന്നുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കി. സർഗാത്മകതയും സ്വയംഭരണവും തന്റെ കേന്ദ്രമൂല്യങ്ങളാണെന്നും എന്നാൽ തന്റെ കരിയർ അവയിലൊന്നും വാഗ്ദാനം ചെയ്തില്ലെന്നും അദ്ദേഹം കണ്ടു. പരിവർത്തനം പെട്ടെന്നുള്ളതായിരുന്നില്ല, പക്ഷേ അത് ആഴത്തിലുള്ളതായിരുന്നു. അദ്ദേഹം ചെറുതും എന്നാൽ സ്ഥിരവുമായ ചുവടുകൾ എടുക്കാൻ തുടങ്ങി. വീണ്ടും ക്യാമറ എടുക്കുക, ആധികാരിക ബന്ധങ്ങൾ തേടുക, തന്റെ ജോലിയെ കൂടുതൽ സൃഷ്ടികരമായ രീതിയിൽ പുനർരൂപകൽപ്പന ചെയ്യുക. 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എനിക്കൊരു ഫോട്ടോ അയച്ചു. രൂപത്തിലല്ല, മറിച്ച് ഊർജ്ജത്തിലായിരുന്നു അദ്ദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിരുന്നത്. അദ്ദേഹം എഴുതി, പതിറ്റാണ്ടുകൾക്കിടയിലെ ആദ്യമായി ഞാൻ എന്റെ സ്വന്തം ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു, മറ്റൊരാളുടെ കഥയിൽ ഒരു വേഷം ചെയ്യുകയല്ല. ഇപ്പോൾ ഈ ആത്മപ്രതിഫലനത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളിയും ഒരു വാഗ്ദാനവും നൽകാൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളി ഇതാണ്: ഇന്ന് തന്നെ ആരംഭിക്കുക. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, സമയം കിട്ടുമ്പോഴല്ല. നിങ്ങളുടെ സ്വന്തം പരിണാമത്തെ പോഷിപ്പിക്കാൻ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നീക്കിവെച്ചുക. നിങ്ങളുടെ മനസ്സിനെ സമ്പന്നമാക്കുന്ന എന്തെങ്കിലും വായിക്കുക. നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന എന്തെങ്കിലും പ്രതിഫലിപ്പിക്കുക. വാഗ്ദാനമിതാണ്: ഈ രചനാപരമായ സ്വയം മുഴുകലിന് നിങ്ങൾ ദിവസവും പ്രതിജ്ഞാബദ്ധരാകുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെടും. നിങ്ങൾ ബാഹ്യമായ സാധൂകരണത്തെ ആശ്രയിക്കാത്ത ആഴത്തിലുള്ളതും അചഞ്ചലവുമായ ആത്മവിശ്വാസം വളർത്തിയെടുക്കും. നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ നിന്നല്ല, വ്യക്തതയിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ഒരു മുഖംമൂടിക്ക് പകരം നിങ്ങളുടെ ആധികാരിക സ്വയത്തിൽ നിന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നതിനാൽ നിങ്ങൾ കൂടുതൽ ആഴമുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തും. ഏറ്റവും പ്രധാനമായി, മറ്റുള്ളവർ നിങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജീവിതം ജീവിക്കുന്നത് നിർത്തി നിങ്ങളുടെ ആത്മാവ് ജീവിക്കാൻ കാത്തിരുന്ന ജീവിതം സൃഷ്ടിക്കാൻ തുടങ്ങും. ഈ സന്ദേശം നിങ്ങളുടെ ദർശനത്തെ വികസിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ച പോലും നൽകിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനുകൾ സജീവമാക്കുന്നത് ഉറപ്പാക്കുക. വ്യർത്ഥത കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. സ്വയമുള്ള സ്നേഹവും നിങ്ങൾക്കുള്ളിലെ സാധ്യതയുള്ള സംഭാവനയോടുള്ള സ്നേഹവും കൊണ്ട് നിങ്ങളുടെ സ്വന്തം മുൻഗണനയാകാൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ തീരുമാനിക്കുക, ഇന്ന് തന്നെ പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി സ്വയം എന്നേക്കുമായി നന്ദി പറയും. നിങ്ങളുടെ പിന്തുണയാണ് ഗ്രോത്ത് ഫോർ മൈൻഡ് ചാനലിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട പിന്തുണ നൽകുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.